അന്നേറ്റ് എത്ര പടത്തിന് ഞാൻ പോയിക്കണോ? ഏതൊക്കെയാ പറയും? ആവേശം. ആവേശത്തിന് മുന്നേ എന്നെ കൊണ്ടുപോയിട്ടില്ല. ഫസ്റ്റ് ആവേശത്തിനാ പോണ്. ആവേശം, പിന്നെ ലോക, കളങ്കാവലിന് വരെ ഞാൻ കൊണ്ടുപോയിക്കോണം. എപ്പടത്തിന് വരെ ഞാൻ കൊണ്ടുപോയിക്കോണം പക്കുനെ. കളങ്കാവൽ. എപ്പടത്തിനെ കൊണ്ടുപോകണം? വേറെ ആരുണ്ടാവും അല്ലേ? ഒന്നുമില്ല. പറയും എന്താ ഏപ്പടന്ന്. പിന്നെ ലോക, ലോക, കളങ്കാവൽ. കോഴിക്കോട് നിന്ന് ഏതേനു? കോഴിക്കോട് നിന്ന് കണ്ടേ ഏത്? സമൂസ. പിന്നെ സർവമായ. അപ്പൊ എത്ര പടായി ഇപ്പോ? നാലിൽ കൂടുതലുണ്ട്. എന്തായാലും 4 പടത്തിന് പക്കുവിനായിട്ട് ഞാൻ സിനിമക്ക് പോയിക്കോണം. ഓക്കെ. പക്കുവിന് ചിറക് വിളിച്ചപ്പോൾ പക്കു പിന്നെ കൊണ്ടാതെ പക്കു ഒറ്റക്ക് പോകാൻ തുടങ്ങി. കസിൻസോ? അവരെ കസിൻസ്. ക്യാമറമാൻ അബൂറ ക്യാമറ എടുക്കുന്ന അബൂറയോടും സംഘത്തിനോടൊപ്പം പക്കു പോയി. അപ്പൻ ഇതിനെ കുറിച്ച് ആലോചിച്ചില്ല. അപ്പൊ ഞാൻ കാര്യമായിട്ട് എന്നോട് ചോദിക്കാം, ഇതെന്താ ആലോചിച്ചേ? ഇത്രയും കാലം എന്നെ പടത്തിന് കൊണ്ടുപോയത് ഞാനേ. ഇതിനെ കുറിച്ച് ആലോചിച്ചോ? എന്നാ അവരോടൊന്ന് പറയാം. ഓക്കെ, ഇത്രയും കാലം എന്നെ അബിയാണ് പടത്തിന് കൊണ്ടേനെ, അഭിനെ വിളിച്ച ഓൻ ഇനി പടം എത്ത് തിരക്ക്. ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും പോയത് വാഴക്കാണ്. വാഴന്റെ റിവ്യൂ പറയും. പ്രേക്ഷകർ എന്റെ ഇതിനു വേണ്ടിയിട്ട് കാതോർത്ത് നിൽക്കണം. വാഴയിൽ ആരാണ് നടൻ, അല്ല ആരാണ് നായകൻ, എന്താണ് കഥ, എന്തൊക്കെ കണ്ടിട്ട് മനസ്സിലായി? അത് സ്കൂൾക്ക് പോണ പോലെ അവിടെ പോയി വെറുതെ ഇരുന്ന് പോന്നോ? വെറുതെ ഇരുന്ന് പോന്നിട്ടില്ല. ഓക്കെ, എന്നാ പറയാ, ആരാണ് വാഴയിലെ നായകൻ? പറയാണെങ്കിലല്ല, ബില്ലില്ലാത്തൊരു പടം. ഇവിടുത്തെ പോയിട്ട് ബില്ലില്ലാത്തൊരു പടം. പക്കുവിന്റെ റിവ്യൂ എപ്പോഴും ഒരു വെറൈറ്റി ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറയുകയാണെങ്കിൽ അശ്വന്ത് കൂക്കിനൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുക, പക്കുവിന്റെ റിവ്യൂലേക്ക് പോരുക. ഓക്കെ. അതായത് വില്ലനില്ലാത്തൊരു പടമാണ് വാഴ 1. പിന്നെ ഇത് വേഗം പറയാ, ആൾക്കാർ നിർത്തി പോകും. ഇവിടെ ആലോചിച്ചുണ്ടാക്കുമ്പോ തന്നെ. നായകന്മാരോ? കൊറേ നായകന്മാരോ? ഹീറോന്റെ പേരെന്താ? ആഷിറ. ഓന്റെ പേര് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ. പിന്നെ എന്താ കഥ? കോളേജ് പഠിച്ച നീ വായിക്കണല്ലേ പോയിക്കണോ? ഏറ്റവും കോളേജ് പഠിച്ച അപ്പൊ അതിന് തുടർന്നുണ്ടാകുന്ന ഇതാണ് വലിയൊരു പ്രശ്നം. അതായത് ഒരു പരിധി വിട്ടാൽ പിന്നെ ഫുള്ള് ശുദ്ധ മലയാളമാണ്. എന്താ പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്നു, തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് സിനിമയിൽ പ്രതിപാദിക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ എനിക്ക് മലയാളം പരീക്ഷയ്ക്ക് എഴുതി കൂടാ. ആ ടീച്ചർ എന്താ എന്നെ കുറിച്ച് ഇവിടെ ഒന്ന് പറഞ്ഞത്? ഓൻ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. പാവം തോന്നും അവന്റെ ഇരുത്തം കണ്ടാല്. എന്തെങ്കിലും നിങ്ങൾ 2 അക്ഷരം അവനെ പരിധി പഠിപ്പിച്ചു കൊടുക്കും. അതായത് പക്കുവിന്റെ ഉത്തരം ആദ്യത്തെ 10 മിനിറ്റിൽ എഴുതി കഴിഞ്ഞു. അപ്പൊ ഉത്തരം എഴുതി കഴിഞ്ഞതാണ് പ്രശ്നം. ഓക്കെ. അത് പക്കുവിന്റെ ഉത്തരം ചെറുതായിരിക്കും, അതുകൊണ്ട് എന്താ പക്കു പെട്ടെന്ന് തീർക്കും. എന്നിട്ട് ബാക്കി ശിഷ്ടസമയം എങ്ങനെയാണ് വിനിയോഗിക്കുക? ചിത്രം വരക്കും, ചിന്തിച്ചിരിക്കും. എന്തായാലും വാഴന്റെ കഥ പറയാം. ലാഗ് അടിപ്പിക്കല കേട്ടോ. ആൾക്കാർക്ക് ലാഗ് അടിക്കണ ഇഷ്ടമല്ല. എന്താ പറയാ, ലാഗ് അടിപ്പിക്കല്ലോ. ലാഗ് അടിക്കണ ആർക്കും ഇഷ്ടമല്ല. അതുപോലെ 4 ആളും ഒറ്റക്കെട്ടായിട്ടൊരു ചങ്കാണ്. എന്നിട്ട് വലിയ ഫേസ് ചെയ്യണ കുറെ പ്രോബ്ലം. അതാണ് കഥ. നിങ്ങൾ കണ്ട് അപ്പൊ നിങ്ങള് കണ്ട് എന്തേ? തിയേറ്ററിൽ പോയി കാണുന്ന എന്റെ റിവ്യൂ കാണണം. ഇത് ഇന്നെ പോലത്തെ കാണാൻ സമയമില്ലാത്ത, സൗകര്യപ്പെടാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിവ്യൂ. ഈ മറ്റേ ക്ലൈമാക്സും ഒന്നും പറയണ്ട. അതില് ക്ലൈമാക്സ് ഉണ്ടോ? ക്ലൈമാക്സിൽ എനിക്കറിയില്ല, ഞാനല്ലല്ലോ കണ്ടത്, ഇതല്ലേ കണ്ടത്. അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുക വാഴയ്ക്ക്? എനിക്ക് ഏറ്റവും കണക്ട് ആയ ഭാഗം ഏതാ? ഇമോഷണലി പക്കു കരഞ്ഞു. ഇത് കരഞ്ഞു എന്നാണല്ലോ അപൂർവ പറഞ്ഞത്. ഇത് ഭയങ്കര ഇമോഷണലായി എന്നാ പറഞ്ഞത്.
ഒരു ചെറിയ കണ്ണ്, ചെറിയ കണ്ണോ? കണ്ണല്ല, ചെറുതായിട്ടൊന്ന് കരഞ്ഞു. കരഞ്ഞു? ഏത് സീനിലാണ് ഇത് കരഞ്ഞത്? മറ്റേ അവിടെ ഒരു തടിച്ചാണ്ട് ഒരുത്തനില്ലേ, ആഷിറിന്റെ ടീമിലുള്ള അഡഗന്മാരെ, വിനായകൻ. ഓന് ഓന്റെ അച്ഛൻ മരിച്ചു. എന്നിട്ട് ഓനിങ്ങനെ അവിടെ നുള്ളിച്ചു. അപ്പൊ ഓനെ എപ്പോഴും കുറ്റം പറയുന്ന ഒരു സായിപ്പുണ്ട്. സായിപ്പോ? ഓന് UK പോയി. അവിടെ ഒരു സായിപ്പുണ്ട് ജോലിയൊക്കെ. അപ്പൊ സായിപ്പ് ഇങ്ങനെ എപ്പോഴും കുറ്റം പറയലാണ്. അപ്പൊ ആ സായിപ്പ് അവനെ ചേർത്ത് പിടിച്ചു. സായിപ്പ് ചേർത്ത് പിടിക്കേ? കെട്ടിപ്പിടിച്ചു. ഓക്കെ. അപ്പോ എനിക്ക് സങ്കടം വന്നു. സായിപ്പ് കെട്ടിപ്പിടിച്ചപ്പോ പക്കുവിന് സങ്കടം വന്നു എന്നാണ് പറയണത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അതിനെ കുറിച്ച് പറയാൻ. എനിക്ക് എവിടെയാണ് കണക്ട് ആയത്? ഏത് പോയിന്റാ കണക്ട് ആയത്? എനിക്ക് കോളേജ് എത്തില്ല, അതുകൊണ്ടപ്പോ എനിക്ക് കണക്ട് ആയില്ലേ? എനിക്ക് കണക്ട് ആയ ഭാഗം എന്താ? ചോർമല കണക്ട് ആയ ഭാഗം ഇന്ന് കണ്ട പടമാണ്. അതിൽ ഓന് കണക്ട് ചെയ്യണോ? ഇന്നലെ ഉണ്ട്. പക്ഷെ കണക്ട് ആയ ഭാഗം ഓർമ്മയില്ല. കണക്ട് ആയ ഭാഗം ഓർമ്മ ഉണ്ടാകുമ്പോൾ ബാക്കി റിവ്യൂ പക്കു പറയും. അത് ഇത്രയൊക്കെ ഉള്ളൂ പക്കുവിന്റെ ചെറിയ റിവ്യൂ. ഏറ്റവും വലിയ പോയിന്റ് പക്കു പറഞ്ഞതിലുള്ളത് വില്ലൻ ഇല്ലാത്ത പടമാണ് വാഴ, അല്ലേ? 10 എത്ര റേറ്റിംഗ് കൊടുക്കുക? 10 കൊടുക്കും. ഇത്രയൊക്കെ ഉള്ളു പക്കുവിന്റെ റിവ്യൂ. എനിക്കറിയാം, പരീക്ഷന്റെ റിസൾട്ട് നമ്മളെ കാണണം.